ഉദാഹരണത്തിന് 1 2 3 അവസാനിക്കുന്നു എങ്കിൽ 4 ആയിരിക്കും. അത്രയും എഴുതിയിട്ട് 4 ആയിരിക്കും പാസ്വേഡ്. ചിലപ്പോൾ 1 2 3 4 5 വന്നിട്ടുണ്ട് എങ്കിൽ അതിന് 6 വന്നിട്ടാണ് പാസ്വേഡിൽ നിൽക്കുന്നത്. അപ്പൊ അത് ലൈഫ് ലോങ് ഓർക്കാൻ താങ്കൾക്ക് അത് വളരെ എളുപ്പമാണ്. ഈ കോഴ്സ് കഴിയുന്നത് വരെ നമ്മുടെ മോഡസ് ഓപ്പറാൻഡി ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിലെ ഇമെയിൽ നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ നിർബന്ധമായും ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറയുന്ന ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആവും. അത് ശ്രദ്ധിക്കാതെ പലരും എടുത്ത് അയക്കുന്നു. ഡാറ്റ എനിക്ക് ഗൂഗിൾ ഫോമിൽ വരുമ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ മാൻ പവർ ഒഴിവാക്കാൻ വേണ്ടി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്താണോ തന്നത് ഞാൻ അതുപോലെ പേസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമെയിൽ അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇമെയിൽ തുടർന്ന് കിട്ടുന്നില്ല. ഓരോന്നും സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ടത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സാധനം നിങ്ങൾക്ക് ഫിസിക്കലി ഒരു കോപ്പി അയച്ചു തരുന്നത്. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലി ഒരു കോപ്പി അയച്ചു തരുന്നത് താങ്കൾക്ക് അത് വെരിഫൈ ചെയ്യാനാണ്. അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും എറർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് എറർ എന്നല്ല, സ്റ്റാറ്റിസ്റ്റിക്കലി വി ക്യാൻ സേ വിച്ച് ഈസ് എ ബയാസ്. എ ലൈറ്റ് ബയാസ് മീൻസ് പിശക്. അത് കുറ്റമൊന്നുമല്ല, ഒരു പിശകാണ്, ഒരു ചെറിയ അബദ്ധമാണ്. ആ അബദ്ധം തിരുത്തി നമുക്കത് സുബദ്ധമാക്കാം. അത്രയേ ഉള്ളൂ അതിന് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇമെയിലിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ച തന്നെ തിരുത്താം. സ്റ്റഡി സെന്ററിലെ നിങ്ങളുടെ റീജിയണൽ സെന്ററിലേക്ക് ഒരു കത്ത് അയച്ചാൽ മതി. ആ കത്ത് അയക്കാൻ നിങ്ങൾക്ക് എന്ത് തരം എറർ ഉണ്ടെങ്കിലും റീജിയണൽ സെന്ററിലേക്ക് ഒരു ഇമെയിൽ അയക്കുക. rc.cochin@igno.ac.in, rc.vatakara@igno.ac.in, rc.trivandrum@igno.ac.in, rc.bangalore അല്ല കേട്ടോ, അതിപ്പോ വന്നതാണ്, മുമ്പേ ഉള്ളത് rc.bangalore@igno.ac.in, rc.madurai@igno.ac.in. അവിടത്തേക്ക് നിങ്ങൾ ഇമെയിൽ അയച്ചാൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് താങ്കൾക്ക് ചെയ്തു തരും. അതിനുവേണ്ടി മുബാറക് മാഷിന് ഞാൻ പറഞ്ഞു തരുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല. ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ വീഡിയോ 1000 പേര് പിന്നീട് കാണുമല്ലോ. അപ്പൊ ലോകോ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകട്ടെ. നമ്മൾ ഒരാൾക്ക് മാത്രം ഞാൻ ക്ഷേമം തന്നു എന്ന് വരരുതല്ലോ. ഒരടി അടുത്തേക്ക് വന്നാൽ ദൈവം നമ്മൾ അടുത്തേക്ക് 3 അടി വരുന്നു എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1000 പേരുടെ അടുത്തേക്ക് ഞാൻ ഒരടി വരണോ, ഞാൻ ഒരാളുടെ അടുത്തേക്ക് ഒരടി വരണോ? അപ്പൊ ഞാനൊരു സ്വാർത്ഥനല്ലേ. അപ്പൊ 3000 അടികൾ എനിക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കോമൺ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാമെന്ന് പലപ്പോഴും പറയുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു മീറ്റിംഗിൽ വന്ന് ആ ചോദ്യം ചോദിക്കുന്നു. അപ്പൊ എന്നോട് ആരും ദയവ് ചെയ്ത് നീരസം കാണിക്കരുത്. അവിടെ ശുദ്ധമായ ഒരു അഭിപ്രായമേ ഉള്ളൂ, എല്ലാവർക്കും അത് കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇത് രണ്ടും കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് വന്നതിന് ശേഷം അത് കൃത്യമായി സ്റ്റാർഡ് മെസ്സേജ് ആക്കി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക, അത് വാട്സപ്പിൽ കൊണ്ടുവെക്കുക, സ്റ്റാർഡ് മെസ്സേജ് ആയി സൂക്ഷിച്ചു വെക്കുക. എൻ്റെ അടുത്ത് പലപ്പോഴും പല കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ ആദ്യമേ ഞാൻ പറയുന്ന ഡയലോഗാണ്, ഞാൻ തന്നിരിക്കുന്ന ഈ മെസ്സേജ് വെറും ഒരു ഫോർവേഡ് മെസ്സേജ് അല്ല, അതിനെ സ്റ്റാർഡ് മെസ്സേജ് ആക്കി വെക്കുക. കാരണം പിന്നീട് സ്റ്റാറിൽ പോയി അത് മാത്രം തിരഞ്ഞാൽ മതിയല്ലോ, അതൊരു എളുപ്പപ്പണിയാണ് ഞാൻ അത് പറഞ്ഞത്. ദെൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു ആൾ ഷുഡ് ചെക്ക് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. എഴുതിയെടുത്തോളൂ, രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. അപ്പൊ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇവിടെ പറഞ്ഞ 4-5 പേര് പറഞ്ഞത് അവരുടെ പ്രശ്നത്തിന് പരിഹാരമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഇന്ന് നിങ്ങൾ പോയി പരിശോധിച്ചാൽ ചിലപ്പോൾ അവിടെ പറയും യുവർ എൻറോൾമെന്റ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട്. അപ്പൊ നിങ്ങൾ ഉടൻ നെഞ്ചത്ത് കൈവയ്ക്കും, മുബാറക് മാഷയെ പറ്റിച്ചോ എന്ന്. മുബാറക് മാഷയെ പറ്റിച്ചോ എന്ന് നെഞ്ചത്ത് കൈവയ്ക്കും. കാരണം എൻറോൾമെന്റ് നമ്പർ ഈസ്, സത്യത്തിൽ അവിടെ തന്നെ ഉത്തരമുണ്ട്. ആ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എൻറോൾമെന്റ് നമ്പർ ഇഗ്നോ അയച്ചു തന്നതാണ്. ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ, നിങ്ങൾ ഇഗ്നോയുടെ കുടുംബാംഗമായിരിക്കുന്നു, പ്രൊവിഷണലി യു ആർ സെലക്ടഡ്, യു ആർ അഡ്മിറ്റഡ്, താങ്കളുടെ എൻറോൾമെന്റ് നമ്പർ ഇന്നതാണ് എന്ന് ഇഗ്നോ പറഞ്ഞു. ആ ഇഗ്നോ തന്ന എൻറോൾമെന്റ് നമ്പർ വച്ചിട്ട് തന്നെ നിങ്ങൾ കയറി പരിശോധിക്കുമ്പോൾ അയ്യോ അവിടെ പറ്റിച്ചേ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പൊ സത്യത്തിൽ
ആരും പറ്റിച്ചിട്ടൊന്നുമില്ല, ഇഗ്നോയും പറ്റിച്ചിട്ടില്ല. അവിടെ ഉണ്ടാകുന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നമ്മുടെ കൊച്ചിൻ റീജിയണൽ സെന്ററിലേക്ക് 10,000 മുതൽ 15,000 വരെ എൻറോൾമെന്റ് ആണ്. 3 ഉദ്യോഗസ്ഥർ 4 മാസമായി. ഒരാൾ പരമാവധി വന്നാൽ ഒരു 200 പേരെ ഒരു ദിവസം ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. 2,000 പേര് വരണമെങ്കിൽ എത്രയാവും? ഒരാൾ ഒരു ദിവസം പരമാവധി 200 പേരെയെ ചെക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ 200 ഒന്നും ചെക്ക് ചെയ്യൂല, ആരും ചെയ്യില്ല. ഒരു 100 എണ്ണമേ പരമാവധി ചെയ്യുകയുള്ളൂ. ഓക്കെ, ഒരു 100 എന്ന് കരുതുക. അങ്ങനെ ഒരു 20 ദിവസം വന്നാലാണ് 2,000 ആവുക. അങ്ങനെ ഒരു 15,000-ലേക്ക് എത്തണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? അത്രയും ദിവസത്തെ മാൻ പവറിലൂടെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ റീജിയണൽ സെന്റർ. അതേ നേരത്തെ കോയമ്പത്തൂരിലെ എൻ്റെ ഫസീല വന്നിരിക്കാം. ഫസീല ഉണ്ടോ മീറ്റിംഗില്? ഓക്കെ, എൻ്റെ സ്വന്തം പെങ്ങളുടെ മകൾ കോയമ്പത്തൂരിലെ BSc മൈക്രോബയോളജി, ആ കുട്ടി മാത്രമാണ് BSc മൈക്രോബയോളജി ചെയ്തിരിക്കുന്നത്. അവർക്ക് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്ത 15ാമത്തെ മിനിറ്റില് കൺഫർമേഷൻ വന്നു. കാരണം മധുരൈ റീജിയണൽ സെന്ററിൽ ആളില്ല, ആകെ 2-5 പേര്. അവർക്ക് ഇങ്ങനെ ഈ വേഴാമ്പലെ കാത്തിരിക്കുന്നത് പോലെ, കാർമേഘത്തെ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ അതിങ്ങനെ കാത്തിരിക്കുകയാണ്. ആരും വന്നില്ല. വന്ന ആളിന് 15ാം മിനിറ്റില് കൺഫർമേഷൻ കൊടുത്ത് വന്നു. ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് കഴിയുന്നില്ല, മാമ കൺഫർമേഷൻ വന്നാച്ചി എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി എന്നെ വിളിച്ച് സന്തോഷത്തോടു കൂടി വിളിച്ചു. അങ്ങനെ വരുന്നുണ്ട്. കാരണം അവിടെ കുറച്ചേ ഉള്ളൂ. മറ്റേത് 15,000 ഒക്കെ ഉള്ള ഒരു വലിയ ഒരു സെന്റർ എന്ന് പറയുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ റീജിയണൽ സെന്റേഴ്സ് നിന്ന് വരാത്തത്. റീജിയണൽ സെന്ററുകളിൽ നിന്ന് പലതും കട്ട് ഓഫ് ടൈം കൊടുക്കും. ആ കട്ട് ഓഫ് ടൈം കൊടുത്തതിന് ശേഷം എല്ലാ റീജിയണൽ സെന്ററിലും ഹെഡ് ക്വാർട്ടേഴ്സിലെ ഒറിജിനൽ പോർട്ടലില് ഷഫിൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എല്ലാം ജനറേറ്റ് ചെയ്ത് വരിക. ആ ജനറേറ്റ് ചെയ്ത് വരുന്നത് വരെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിങ്ങളുടെ ഡാറ്റ ഇല്ല എന്നാണ് അർത്ഥം. ഹെഡ് ക്വാർട്ടേഴ്സിന്റെ സൈറ്റിലാണ് ഈ സ്റ്റുഡന്റ് വെരിഫിക്കേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് താങ്കളുടെ പേര് അവിടെ ഇല്ലാതിരിക്കുന്നത്. അല്ലാതെ താങ്കളെ ആരും പറ്റിച്ചിട്ടില്ല. ഇവിടുന്ന് ടൈപ്പ് ചെയ്യുന്ന ആ നിമിഷം തന്നെ യൂസർ നെയിം പാസ്വേഡ് വന്നു കഴിഞ്ഞു. യു ആർ എന്റേർഡ് ഇൻ ദി ഇഗ്നോ പോർട്ടൽ. താങ്കൾ ഇഗ്നോ പോർട്ടലിൽ വന്നു, താങ്കൾക്കും ആ വിവരം കഴിഞ്ഞു. അവിടെ മുതൽ നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം വരുന്നു. 6ാമത്തെ വെർച്വൽ മീറ്റിംഗ് നമ്മൾ നടത്തുകയാണ് ഇപ്പോൾ. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു 50-ൽ കൂടുതൽ വീഡിയോസ് ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് അടുത്ത ആഴ്ച വിർച്വലോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ ഇൻഡക്ഷൻ മീറ്റിംഗ് യൂണിവേഴ്സിറ്റി കൃത്യമായി തരിക.